ന്യൂസിൻ്റെ ക്രിസ്മസ് ബെൽസിലേക്ക് ഏവർക്കും സ്വാഗതം. ഗ്ലോറിയ ന്യൂസ് ക്രിസ്മസ് ബെൽസിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് കുവൈറ്റ് സിറ്റി മാർത്തോമ ഇടവകയുടെ വികാരിയും പ്രശസ്ത കൺവെൻഷൻ പ്രാസംഗികനും ഇലന്തൂർ സ്വദേശിയുമായ റവറൻഡ് സാം ടി കോശിയാണ്. ഗ്രാമത്തിലെ ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ നക്ഷത്രങ്ങൾ താഴെ ഭൂമിയിലേക്ക് വരുന്ന കാലമാണ്. അത് രുചിയുടെ കാലമാണ്, കേക്ക് കഴിക്കുന്ന കാലമാണ്, പാട്ട് കേൾക്കുന്ന കാലമാണ്. രാത്രി മുഴുവൻ പാട്ട് കേട്ടുകൊണ്ട് ഉറങ്ങാതെ ക്രിസ്മസ് അപ്പൂപ്പനെ നോക്കിയിരിക്കുന്ന കാലമാണ്. ക്രിസ്മസ് ഫാദർ ഒരൈതിഹ്യമാണോ, വാസ്തവമാണോ, ശരിയാണോ, തെറ്റാണോ, ഇതൊന്നും എനിക്കറിയാനില്ല. അത് പഠിക്കാൻ ഞാൻ അത്ര ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഒന്ന് സത്യമാണ്, രാത്രിയിൽ കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്നത് ഒരു ഉത്സാഹമായിരുന്നു. യേശു കുഞ്ഞിലേക്കുള്ള സഞ്ചാര വഴിയിൽ ഈ അപ്പൂപ്പൻ എവിടെയോ ഒരു വിലയും ഒരു പ്രാധാന്യമുണ്ട്. യേശുവിനെ കുഞ്ഞായി ചിത്രീകരിക്കുന്ന ഏക സമയം ക്രിസ്മസാണ്. പരിശുദ്ധ കന്യകമറിയാമിനെ ഓർക്കുന്ന സമയം, ജോസഫിനെ ഓർക്കുന്ന സമയം. എൻ്റെ നാട്ടിലെ ക്രിസ്മസിനെ കുറിച്ച് ഉള്ള ഏറ്റവും നല്ല ഓർമ്മ എല്ലാ മതസ്ഥരും ക്രിസ്മസ് ആഘോഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഓണക്കാലത്ത് ഹൈന്ദവ സ്നേഹിതരുടെ വീട്ടിലേക്കും ക്രിസ്മസ് കാലത്ത് ഹൈന്ദവ സ്നേഹിതർ ക്രൈസ്തവ വീടുകളിലേക്കും ഒക്കെ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. കയറ്റി ഇറക്കങ്ങളുടെ കാലമായിരുന്നു. വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് കുറവായിരുന്നു, മറ്റു വീടുകളിൽ നിന്നാണ് കഴിച്ചിരുന്നത്. മാവിമാരും ഒക്കെ ചേർന്ന് വരുമായിരുന്നു. ഒരു പക്ഷേ ഫേസ്ബുക്ക് ഇല്ലാത്ത കാലവും വാട്സപ്പ് ഇല്ലാത്ത കാലവും ആയതുകൊണ്ട് ഫിസിക്കലി ആൾക്കാർ കൂടി വരികയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് വലിയൊരു പതിവായിരുന്നു. ബ്രോയിലർ ചിക്കൻ്റെ കാലത്തിന് മുമ്പുള്ള കാലമായിരുന്നുകൊണ്ട് താറാവും നാടൻ കോഴിയും ഒക്കെയായിരുന്നു പ്രത്യേക സന്തോഷം. ഇതിനപ്പുറത്ത് യേശു ഉള്ളിൽ ജനിക്കണം എന്നൊക്കെയുള്ള പാട്ടുകൾ, പൈതലാം യേശുവേ എന്നുള്ള പാട്ട്, ഇത്തരം ചില പാട്ടുകൾ പ്രത്യേകമായി പാടുന്ന കാലമാണ്. ജിം റീവിസിനെ ഞാൻ കേൾക്കാൻ തുടങ്ങിയത് ആ കാലത്താണ്. പ്രത്യേകമായ ചില പാട്ടുകളിലേക്ക് താല്പര്യമുണ്ടായത് അപ്പോഴാണ്. പിന്നീട് പഠിക്കുകയും സെമിനാരിയിൽ വരികയും ചെയ്തപ്പോൾ ക്രിസ്മസിൻ്റെ അർത്ഥങ്ങൾ മാറി മറിഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിലെ കുട്ടിക്ക് ഇന്നും ഇഷ്ടം എലന്തൂരിലെ തണുപ്പുള്ള വയലിൻ്റെ തീരത്ത് ഇരുന്നു കൊണ്ട് അക്കരെ കാണുന്നതായ ചില നക്ഷത്രങ്ങളെ നോക്കിക്കാണുവാനും എൻ്റെ കൂട്ടുകാരോടൊപ്പം രാത്രികളിൽ സഞ്ചരിക്കാനും തന്നെയാണ്. ഇത്തരം നഷ്ടപ്പെടലുകൾ ഒത്തിരി ഉണ്ട്. എങ്കിലും എല്ലാ കാലത്തും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഇത്തരം ക്രിസ്മസുകൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നവർക്ക് ദൂതസംഘത്തിൻ്റെ സാന്നിധ്യമാണ് ക്രിസ്മസ്. നിരാശയിലിരിക്കുന്നവർക്ക് പ്രത്യാശയുടെ കിരണങ്ങളാണ് നക്ഷത്രത്തിൻ്റെ ക്രിസ്മസ്. ബലം കുറഞ്ഞു പോയവർക്ക് വലിയവനായ ദൈവം കൂടെ വന്നിറങ്ങുന്ന പുണ്യ സൈന്യ നിമിഷമാണ് ക്രിസ്മസ്. അത്തരത്തിൽ ക്രിസ്മസ് നമുക്ക് ഉത്സാഹവും പ്രത്യാശയും ജീവിക്കണം എന്ന താല്പര്യവും തരുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഗ്ലോറിയ ന്യൂസിനും ആശംസകൾ. മഞ്ഞു പെയ്യുന്ന രാവിലെ വിണ്ണിൽ താരകങ്ങൾ ഉദിച്ചു. ഇതാ രക്ഷകന്റെ ജനനം സമാഗതമായി. വീണ്ടും ഒരു ക്രിസ്മസ് വന്നെത്തി. നമുക്ക് പാടാം ഗ്ലോറിയ ന്യൂസ് ക്രിസ്മസ് ബെൽസിൽ അടുത്തതായി രക്ഷകൻ പിറന്നു എന്ന മനോഹരമായ ഗാനം. ശീതളരാവിന്റെ ശാന്തതയിൽ അമ്പരം പ്രകാശിക്കുന്നു.
സ്നേഹം